കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത് VCയുടെ ഉത്തരവ്. രജിസ്ട്രാർ VCയോട് അനാദരവ് കാണിച്ചു. ചട്ടവിരുദ്ധമായി രജിസ്ട്രാർ പെരുമാറിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെ നിയമപരമായി നേരിടുമെന്ന് KS അനിൽകുമാർ പറഞ്ഞു. VCയുടെ അമിതാധികാര പ്രയോഗമെന്നും സർക്കാർ ഇടപെടുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഹാൻസ് ജോണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഹാൻസ്, കാവിക്കൊടി ഏന്തിയ ഭാരതാംബയെ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ പൊതുവായി പ്രദർശിപ്പിക്കുകയും അതിനു മുൻപിൽ വിളക്ക് കൊളുത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തത് മതപരമായ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള ഒരു പൊതു ഇടങ്ങളിൽ ആ വിധത്തിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ള തത്വത്തെ അട്ടിമറിക്കുന്നതാണ് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ സർവകലാശാല ഉത്തരവാദി എന്ന നിലയിൽ VC ചോദിച്ച വിശദീകരണത്തിന് രജിസ്ട്രാർ നൽകിയിരുന്ന വിശദീകരണക്കുറിപ്പ്, പക്ഷേ ഇത് അംഗീകരിക്കാതെ എന്താണ് മതപരമായ ചിഹ്നം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനായില്ല എന്നുള്ളതാണ് VC ഇപ്പോൾ ഈ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത്. രജിസ്ട്രാറുടെ പ്രതികരണം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം, ഇനി എന്ത്? ബിനിൽ, ഈ സംഭവത്തിൽ ഇനി രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിൻ്റെ മുമ്പിൽ കോടതിയെ സമീപിക്കുക എന്നല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. കാരണം വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ ഇടത് സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള G മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രജിസ്ട്രാർക്ക് വീണ്ടും നിയമനം നൽകിയത് സിൻഡിക്കേറ്റാണ്. ഇത്തരത്തിൽ സർവകലാശാല നിയമപ്രകാരം സിൻഡിക്കേറ്റിനാണ് ഏതെങ്കിലും തരത്തിലുള്ള നിയമനം നടത്താനും അവർ റദ്ദാക്കാനുമുള്ള അവർക്കാണ് അതിനുള്ള അവകാശമുള്ളത്, പക്ഷേ അധികാരമുള്ളത്. പക്ഷേ ഇതിനു മുകളിൽ സർവകലാശാല നിയമത്തിൽ പറയുന്നുണ്ട്, സിൻഡിക്കേറ്റിൻ്റെ യോഗം കൂടാത്ത സമയങ്ങളിൽ സർവകലാശാല വൈസ് ചാൻസലർക്ക് അദ്ദേഹത്തിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കാമെന്നുള്ളത്. ഈ ഉത്തരവ് മുൻനിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ നിയമം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ജൂൺ 25-നായിരുന്നു ഇത്തരത്തിൽ കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ റിപ്പോർട്ട് ആവശ്യപ്പെടണമെങ്കിൽ എടുക്കേണ്ടതായിട്ടുള്ളത് ഈ വിഷയം വൈസ് ചാൻസലർക്ക് സിൻഡിക്കേറ്റ് ഇക്കാര്യം സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്യണമെന്ന് VCയോട് ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് മെനക്കെടാതെ VC സ്വന്തം നിലയിൽ ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചത് വളരെയധികം പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. VCക്ക് കടുത്ത RSS വിധേയത്വമാണ് ഉള്ളത്. അദ്ദേഹം RSSൻ്റെ ശിലാന്യാസ കർമ്മത്തിൽ അയോധ്യയിൽ പങ്കെടുത്ത് വന്നിട്ടാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ താൽക്കാലിക VC ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ ഒരു താൽക്കാലിക VC ആയിട്ടുള്ള ഒരാൾ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ രജിസ്ട്രാർക്കെതിരെ നടപടിയെടുത്തത് തീർത്തും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് എങ്ങനെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യും. എന്താണ് നടപടി സ്വീകരിക്കേണ്ടത് എന്ന് കൂട്ടായി ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയുടെ കൂടെ മാർഗനിർദ്ദേശം സ്വീകരിച്ച് ചെയ്യും. അതായത് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാവ്യവൽക്കരണ അജണ്ടയുടെ ചട്ടുകങ്ങളാണ് നമ്മുടെ ചാൻസലർമാർ. ഗവർണർമാരാണല്ലോ ചാൻസലർമാരായിട്ട് നിയോഗിതരാകുന്നത്. അപ്പോൾ ആ ഒരു മാർഗം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആശയമണ്ഡലത്തെ ആകെ കാവ്യവൽക്കരിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ തന്നെ. ജനാധിപത്യ ഇന്ത്യയുടെ പ്രതീകമായിട്ട് കാവിക്കൊടി ഏന്തിയ ഒരു വനിതയെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം നടത്തുക, അത് എല്ലാ ഔദ്യോഗിക വേദികളിലും എഴുന്നള്ളിക്കണം എന്ന് വാശി പിടിക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ജനാധിപത്യ ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രതീകമാണോ കാവിക്കൊടി ഏന്തിയ വനിത? ഒരിക്കലും അല്ല. അപ്പോൾ ആ നിലയിലുള്ള കാര്യങ്ങൾ സാധൂകരിച്ചെടുക്കുക, ലെജിറ്റിമൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അതിന് കുട പിടിക്കാനായിട്ട് കുറേ വൈസ് ചാൻസലർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഒരു സ്ഥിതി. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് കേരളത്തിലെ സർവകലാശാലകളും കലാലയങ്ങളും
ഏറ്റവും മികവാർന്ന നേട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നാലോചിക്കണം. ഏകീകൃത അക്കാദമിക് കലണ്ടർ നടപ്പാക്കി, പരീക്ഷകളൊക്കെ സമയബന്ധിതമായി നടപ്പാക്കി, റിസൾട്ട് നൽകുകയും എല്ലാ നിലയിലും ഗവേഷണത്തിലും ഇതര പ്രവർത്തനങ്ങളിലുമൊക്കെ വലിയ നേട്ടങ്ങൾ ആർജിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കലുഷിതമാക്കാൻ അതിന് നേതൃത്വം നൽകേണ്ട ചാൻസലർമാർ തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ന്യൂസ് മലയാളത്തോട് സംസാരിച്ചതാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. ഹാൻസ് ജോണിലേക്ക് മടങ്ങിപ്പോകാം. ഹാൻസ്, ഇപ്പോൾ സർക്കാരിന്റെ നിലപാട് വ്യക്തമാണ്. ഇത് ഗവർണറേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന നിലപാടാണ് VC സ്വീകരിച്ചിട്ടുള്ളത്. VCക്ക് RSSന്റെ വിധേയത്വമാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ശിലാന്യാസം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഇവിടെ എത്തി വൈസ് ചാൻസലറുടെ ചുമതല ഏറ്റത്. VC മോഹനൻ കുന്നുമ്മലിനോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അപ്രീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഗവർണറെ എന്തുകൊണ്ട് അനാദരിച്ചു എന്നതുള്ളതിന് രജിസ്ട്രാർ നൽകിയിട്ടുള്ള മറുപടി അത് ആ ഘട്ടത്തിൽ തന്നെ എടുത്ത് കൂടുതൽ പരിശോധനകൾക്ക് പോലും വിധേയമാക്കാതെ വളരെ വേഗത്തിൽ സസ്പെൻഷനിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് VCക്ക് എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ രൂക്ഷമായ വിമർശനം. അപ്പോൾ സർക്കാരും ഇതിന്റെ ഭാഗമായി കക്ഷി ചേരുമെന്ന കാര്യത്തിൽ സംശയം ഒന്നുമില്ല. പക്ഷേ ആ നിയമ പോരാട്ടങ്ങൾ രജിസ്ട്രാർ ആരംഭിക്കുമ്പോൾ അത് കൂടുതൽ കലുഷിതമാകും എന്ന കാര്യത്തിൽ സംശയമില്ല, അല്ലേ? തീർച്ചയായും പിന്നിൽ ഇനി കേരള സർവകലാശാല കാണാൻ പോകുന്നത് മറ്റൊരു നിയമ പോരാട്ടത്തിനാണ്. അതിനുകൂടി തുടക്കം കുറിക്കുകയാണ് ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. സ്വാഭാവികമായിട്ടും ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർവകലാശാലയുടെ സിൻഡിക്കേറ്റ്, അതിനോടൊപ്പം തന്നെ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ, അതിൻ്റെ കൂടെ തന്നെ സർക്കാരും പിന്തുണയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമുക്കറിയാവുന്നതല്ലോ, ബിന്നിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ കേരള സർവകലാശാല VC ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ എന്ത് രാഷ്ട്രീയമാണ് പ്രത്യക്ഷമായി കാണിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. അദ്ദേഹം BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നാളെ അദ്ദേഹം വിദേശത്തേക്ക് പോകുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി 8-ാം തീയതി കഴിഞ്ഞ് VC തിരിച്ചെത്തുകയുള്ളൂ. ആയതിനാൽ തന്നെ ഇതിലെന്തെങ്കിലും നടപടി സ്വീകരിക്കാനോ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കാനോ ഉള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ആ ഒരു സാഹചര്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ന് വൈകിട്ട് തിടുക്കപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ കഴിഞ്ഞ ബൈലോയിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് താൻ ഹാളിൻ്റെ അനുമതി റദ്ദാക്കി എന്നതിനുള്ള വിശദീകരണത്തിന് പ്രാഥമികമായിട്ട് രജിസ്ട്രാർ നൽകിയ മറുപടി എന്നാൽ സർവകലാശാല ബൈലോ പ്രകാരം സർവകലാശാല കോമ്പൗണ്ടിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാനോ അതിനോടൊപ്പം തന്നെ പ്രഭാഷണങ്ങളോ നടത്താനോ പാടില്ല. ഇത് സംഘാടകരായിട്ടുള്ള ശ്രീ പത്മനാഭ സേവാ സമിതി ലംഘിച്ചു എന്നിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹാളിൻ്റെ അനുമതി റദ്ദാക്കിയതെന്നാണ് സർവകലാശാല രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ വിശദീകരണം നൽകിയത്. പക്ഷേ തിരിച്ച് ഈ വിശദീകരണത്തിന് എതിരായി രാജ്ഭവന് നൽകിയ റിപ്പോർട്ടിൽ പ്രധാനമായും VC പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും മതചിഹ്നം ഉപയോഗിക്കുന്നതിലല്ല, ഏതെങ്കിലും മതചിഹ്നം അവിടെ ഉപയോഗിച്ചോ എന്നത് വ്യക്തമാക്കാൻ രജിസ്ട്രാർക്കോ സെക്യൂരിറ്റി ഓഫീസർക്കോ അതിനോടൊപ്പം തന്നെ PROക്കോ കഴിഞ്ഞില്ല. അവർക്ക് അതിൽ വീഴ്ചയുണ്ടായി. കൂടാതെ സർവകലാശാല നിയമപ്രകാരം സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ പ്രാർത്ഥനകളും പ്രസംഗങ്ങളും മാത്രമാണ് നിരോധിച്ചത്. ഏതെങ്കിലും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് നിരോധിക്കാൻ യൂണിവേഴ്സിറ്റി നിയമത്തിൽ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ നിയമ പോരാട്ടമായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ന് കടുത്ത RSS വിധേയത്വമാണ് VCക്കുള്ളത്. രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്യാൻ സർവകലാശാല ചട്ടങ്ങൾ വൈസ് ചാൻസലറെ അനുവദിക്കുന്നില്ല. അപ്പോഴും അമിതാധികാര പ്രയോഗം നടത്തിയിരിക്കുകയാണ് സർക്കാർ. കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും. മുഖ്യമന്ത്രിയോട് ഉൾപ്പെടെ കൂടിയാലോചിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ന്യൂസ് മലയാളത്തോട്. പക്ഷേ അതേസമയം തന്നെ ഇതൊരു തുറന്ന നിയമ പോരാട്ടത്തിലേക്ക് കടക്കും, സസ്പെൻഷനെതിരെ എന്ന കാര്യം ഇപ്പോൾ രജിസ്ട്രാർ ആയിട്ടുള്ള അദ്ദേഹവും KS അനിൽകുമാറും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹാൻസ് ജോണാണ് വിവരങ്ങൾ നൽകിയത്.